തൃശ്ശൂർ കറൻലി കുറേ നല്ല മന്തി സ്പോട്ട് ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു എതിരാളി എന്നോളം ഒരു പുതിയ മന്തി സ്പോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ചുമ്മാ വന്നിങ്ങനെ കണ്ട് പറയണതല്ല, ഐ റിയലി ലവ് ദെയർ മന്തി ആൻഡ് ദെയർ സർവീസ്. തൃശ്ശൂർ ഇത്രയും ആംബിയൻസിൽ മന്തി സെർവ് ചെയ്യുന്ന വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടോയെന്ന് ഡൗട്ടാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വാണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ട് അധികമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ തിരക്ക് കുറവാണ്. തിരക്ക് ഇവിടെ വരാൻ നല്ല സാധ്യതയുണ്ട്, കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ഓരോ മന്തിയും അവർ സെർവ് ചെയ്യണത്. ഞങ്ങൾ ഇവിടുന്ന് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മന്തി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ മട്ടൺ ട്രൈ ചെയ്തു, ബീഫ് ട്രൈ ചെയ്തു, ഹണി അൽഫാം ട്രൈ ചെയ്തു, ഷവായ് മന്തിയും ട്രൈ ചെയ്തു. ഇത് കൂടാണ്ട് അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട്, മസ്താനി അൽഫാം, അതും ട്രൈ ചെയ്തു. സാധാരണ മന്തി ഷോപ്പിൽ പോയാൽ സലാഡ് എന്ന് പറഞ്ഞിട്ട് കുറേ കാബേജ് കുത്തിരിഞ്ഞു കൊടുന്ന് വെക്കാറാണ് പതിവ്. എല്ലായിടത്തുമല്ല, കുറച്ച് സ്ഥലത്തൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല, കാരണം ഇവിടെ കൂടുതലും കുക്കമ്പർ ആയിരുന്നു അവരുടെ സലാഡിൽ. ഇവരുടെ മന്തി റൈസ് അവരുടെ ഒരു മൈൽഡ് ഫ്ലേവറാണ്, അധികം മസാല ഒന്നും ഇല്ലാണ്ട് ഒരു സിമ്പിൾ മന്തി റൈസ്. അത് കാരണം തന്നെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനും തോന്നുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ അവരുടെ മട്ടൻ മന്തിയാണ് ട്രൈ ചെയ്തത്. നല്ല അലുവ കഷ്ണം പോലെ ഉണ്ടായിരുന്നു മീറ്റ്, കാരണം അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു. മട്ടൻ വെച്ച് ബീഫ് കമ്പയർ ചെയ്യുമ്പോൾ ബീഫ് അത്രയ്ക്ക് സോഫ്റ്റ് അല്ലായിരുന്നു, പക്ഷേ ബീഫിൻ്റെ ഉൾഭാഗം ഭയങ്കരമായിട്ട് സോഫ്റ്റും പുറത്തൊരു ചെറിയൊരു ലെയർ മാത്രമാണ് ചെറിയ ഹാർഡായിട്ട് ഫീൽ ചെയ്തത്. അധികം മസാല ഒന്നും തേച്ച് പിടിപ്പിക്കാത്ത കാരണം മട്ടൻ്റെയും ബീഫിൻ്റെ ഒക്കെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഇവരുടെ മന്തിയുടെ ടേസ്റ്റും കൂട്ടുന്നത്. ഇനി നിങ്ങളൊരു അൽഫാം ലവർ അണിച്ചെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇവരുടെ മസ്താനി അൽഫാം ചോദിച്ച് മേടിച്ച് കഴിക്കണം. കുറച്ചധികം മസാലയിൽ നല്ല എരിവോടുകൂടി വാഴയിലയിൽ പൊതിഞ്ഞു തരുന്ന ഈ ഒരു അൽഫാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓവർ സ്പൈസിനെസ് അല്ല, എന്നാൽ എരിവില്ല എന്ന് പറയാനും പറ്റില്ല. ആ ഒരു ലെവലിലായിരുന്നു ഇതിൻ്റെ സ്പൈസിനെസ്. ഇവിടുത്തെ ഷവായി മസാല ഷവായി ഒന്നുമല്ല, ഒരു നോർമൽ ഷവായിയാണ്. പക്ഷേ തൃശ്ശൂർ നോർമൽ ഷവായി കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ടോപ്പിൽ വന്ന് നിൽക്കാൻ പറ്റിയ ഒരു ഷവായാണ് ഇവർക്ക്. ഇത് കഴിച്ചപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. ലാസ്റ്റ്ലി ഞങ്ങൾ അവരുടെ ഹണി അൽഫാമാണ് ട്രൈ ചെയ്തത്. ഹണി അൽഫാം പൊതുവെ സ്വീറ്റ് ആണെങ്കിലും ഇവിടുത്തെ ഹണി അൽഫാം കുറച്ചധികം സ്വീറ്റായോന്ന് ഒരു ഡൗട്ട് എനിക്കുണ്ട്, കാരണം ആ ഒരു കറക്റ്റ് മധുരം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സാധാരണ ഹണി അൽഫാം കഴിക്കുമ്പോൾ അത്രയ്ക്ക് സ്വീറ്റ്നെസ് കിട്ടാറില്ല, പക്ഷെ ഇവിടെ ആ സ്വീറ്റ്നെസ് കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിക്ക് മന്തിയൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയ ഇവരുടെ തന്നെ ഒരു കൗണ്ടർ ഉണ്ട്, ടീ കൗണ്ടർ. അവിടെ വന്ന് നല്ല ചായ ഒക്കെ കുടിക്കാം. ഞങ്ങളൊരു ഗ്രേപ്പ് ടീയും ലൈം ടീയും ചായയാണ് ട്രൈ ചെയ്തത്. അതൊക്കെ കുടിച്ച് ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു വൈബ് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുമെന്നറിയില്ല, ഞങ്ങൾ ഫ്രണ്ട്സായി വന്ന കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വൈബ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ നിങ്ങളും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ തൃശ്ശൂർ ചുങ്കം ബസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. ഞാൻ ഈ ഒരു മന്തി ഷോപ്പിൻ്റെ പേര് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പേര് വരുന്നത് റൂഹി മന്തി. എല്ലാവരും വന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. താങ്ക് യു.